ഞാൻ വന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ പിണറായിയും കുടുംബം നടത്തുന്ന കൊള്ള പിടിച്ചുപറി എത്ര വലുതാണ് എന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിട്ട് ഓടി ഒളിക്കുക. യഥാർത്ഥ കോൺഗ്രസ്സുകാരോ അനങ്ങാൻ കഴിയാത്ത CPM-ന്റെ ഒരു ബി ടീമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം. ഇങ്ങനെ കോൺഗ്രസ് പോയിട്ട് കാര്യമുണ്ടോ? അതിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ വികാരം എത്ര വലുതാണെന്നറിയോ? ഞാൻ ഇന്നലെ ഇവിടെ വന്നു കയറിപ്പി എന്നെ ഏറ്റവും ആദ്യം വിളിച്ച് അഭിനന്ദിച്ച കോൺഗ്രസിന് ഏറ്റവും വലിയ കേരളത്തിലെ നേതാവ് എന്നെ വിളിച്ചത്. അത് പറയാൻ പറ്റുമോ? അത് ഞാൻ മര്യാദയല്ല കാണിക്കുന്നത്. അത് മാത്രമോ, ഈ നിയമനത്തിലുള്ള കോൺഗ്രസിന് എത്ര നേതാക്കന്മാരുണ്ട്? താങ്കളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല എന്നെ വിളിച്ചില്ല. അങ്ങേരെ കുറ്റപ്പെടുത്തണ്ട. ഇനി അങ്ങേരെ കൊല്ലാൻ നടക്കണ്ട. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു, വളരെ അടുപ്പോൾ. എന്തിന് ഈ നിയോജകം പൂഞ്ഞാർ ഇപ്പം എന്നെ ഫോൺ എടുത്ത് നോക്കാണ് പലരുടെയും പേര് ഇതിനകത്ത്. കോൺഗ്രസ് വലിയ നേതാക്കന്മാരെ വിളിച്ചത്. എനിക്കൊരു മടിയില്ല. അവർ പേര് പറയുന്ന മര്യാദയല്ല. അത് മേല് ഒരാൾക്ക് എന്നെ വിളിക്കാൻ പറ്റും, രഹസ്യം പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാം. PC ജോർജ് മുന്നണിയിൽ എത്തിയാൽ BJP ലക്ഷ്യമിടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറെ കാലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ വോട്ടുകൾ കൂടി BJPയിലേക്ക് എത്തിയാൽ BJPക്ക് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന്. ഇപ്പോൾ PC തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പല സഭാ ബിഷപ്പുമാരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനം. സ്വാഭാവികമായും നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതിനപ്പുറത്തേക്ക് വോട്ടിൽ അതെങ്ങനെ പ്രതിഫലിക്കും? ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മുഴുവൻ മഠയന്മാരാണെന്നാരും കരുതണ്ട. ആ പാവങ്ങളെ കുറേ ആളുകളായി LDF UDയും കൂടെ വഞ്ചിച്ച് ഇട്ടിരിക്കുക. അവർ മനസ്സിലാക്കിയിട്ടുണ്ടല്ല. ഞാൻ നമ്മുടെ ബിഷപ്പുമാരെയും ഇനി പ്രത്യേകിച്ച് പറ്റി പറയില്ല, എല്ലാവരെയും അല്ലെങ്കിലും വളരെ പ്രമുഖരായ പിതാക്കന്മാരെ കണ്ട് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ആ മനസ്സിലാക്കി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയും കൂടെ അനുവാദം വിജയിപ്പിച്ചതല്ല, ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു. ഏറ്റവും സഭയുടെ വലിയ ആള് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു. അദ്ദേഹം എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. വേഗം ചേരി ജോർജെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ?